നമസ്കാരം. പറമ്പത്ത് ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീടെന്നാൽ മനുഷ്യന് ഒരു വാസസ്ഥലം മാത്രമല്ല, ഈ ഭൂമിയും പ്രപഞ്ചവും പോലെ അതൊരു അഭയസ്ഥാനമാണ്. ആ സ്ഥലം ഏറ്റവും ഐശ്വര്യകരവും സമാധാനപരവും ആണെങ്കിലേ അവിടെ വസിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. ഒരു വീടിന് സ്ഥാനം നോക്കുമ്പോഴും മുറികൾ നിശ്ചയിക്കുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയ അറിവുകളാണ് അതിനായി ഉപയോഗപ്പെടുത്തേണ്ടത്. അത്തരം അറിവുകളെല്ലാം വാസ്തുശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. പോസിറ്റീവ് എനർജിയുടെ ശരിയായ സഞ്ചാരം ഉറപ്പാക്കി വീട്ടിനുള്ളിൽ പോസിറ്റിവിറ്റി അഥവാ ഐശ്വര്യം നിറയ്ക്കുക, അവിടെ വസിക്കുന്നവർക്ക് അത് ഗുണകരമാകുക എന്നിവയെല്ലാമാണ് അത്തരം പരമ്പരാഗത സമ്പ്രദായങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. സർവൈശ്വര്യത്തിന് ഈ വസ്തുക്കൾ നിർബന്ധമായും വീടുകളിൽ ഉണ്ടാവേണ്ടതാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വീട്ടിൽ ഐശ്വര്യം വരണമെങ്കിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട് വൃത്തിയും വെടുപ്പുമായിരിക്കണം, വീടിൻ്റെ സ്ഥാനവും മുറികളും കൃത്യമായ സ്ഥലങ്ങളിലായിരിക്കണം എന്നിങ്ങനെ പോകുന്ന അക്കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മിക്കവർക്കും അറിയുന്നതാണ്. എന്നാൽ വീട്ടിൽ സർവൈശ്വര്യം വരണമെങ്കിൽ വീട്ടിൽ ചില വസ്തുക്കൾ ഉണ്ടായിരിക്കണമെന്നത് പലർക്കും അറിയാൻ അറിവുണ്ടാവുകയില്ല. എന്തെല്ലാമാണ് ആ വസ്തുക്കൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇനി പറയുന്ന സാധനങ്ങളാണ് വീടുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. 1. നിലവിളക്ക്. ഏതൊരു ഹിന്ദു ഭവനത്തിലും തീർച്ചയായും ഒരു നിലവിളക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മുടെ പാരമ്പര്യമാണ്. സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുക എന്നത് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. നിലവിളക്ക് വാങ്ങുമ്പോൾ സാധാരണ നിലവിളക്ക് വാങ്ങുക. നാരായമുള്ള നിലവിളക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. രണ്ടാമത്തേത് തട്ടം. ചിലരെങ്കിലും നിലവിളക്ക് വെറും നിലത്ത് വെച്ച് തിരി തെളിയിക്കാറുണ്ട്. പക്ഷേ അത് ചെയ്യരുത്. ഒരു തട്ടം വെച്ച് അതിൽ നിലവിളക്ക് വെച്ച് കത്തിക്കണം. മറ്റൊന്ന് ഇഷ്ടദേവതകളുടെ ചിത്രമോ രൂപമോ. നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലം വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നതിൽ പ്രധാനമാണ്. ഒരു വീട്ടിൽ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമായിരിക്കണം ഇത്. പൂജാമുറി പോലെ ഒരിടമാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ വീട്ടിലെ ശുഭസ്ഥാനം കണ്ടെത്തി അവിടെ നിലവിളക്ക് തെളിയിക്കാം. നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇഷ്ടദേവതകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവരുടെ ഫോട്ടോകളോ രൂപങ്ങളോ വെച്ച് അവർക്ക് മുമ്പിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യകരമാണ്. നിലവിളക്കിൽ ഇടുന്ന തിരി വൃത്തിയുള്ള അലക്കി ശുദ്ധമാക്കിയ കോടി നിറമുള്ള തുണിയിൽ നിന്നുള്ളതാണ് എങ്കിൽ അത് വളരെ ഉചിതമാണ്. കടയിൽ നിന്ന് തിരിവാങ്ങുന്നവർ ആണെങ്കിലും അത് കോടി നിറമുള്ള തുണി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പാക്കുക. മറ്റൊന്ന് ആവണപ്പലക. ഒരു ഹിന്ദു ഭവനത്തിൽ ഏറ്റവും ആവശ്യമുള്ള മറ്റൊരു വസ്തുവാണ് ആവണപ്പലക. ആ പലകയിൽ ഇരുന്നു കൊണ്ട് വേണം പ്രാർത്ഥനയും ജപവും നടത്താൻ. മൂലാധാരത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അല്ലെങ്കിൽ എനർജിയെ ഭൂമിയിലേക്ക് പോകാതെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നതിനാണ് പലകയിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തണമെന്ന് പറയുന്നത്. ആവണപ്പലകയിൽ തടിപ്പലകയോ അതുമല്ലെങ്കിൽ പുൽപ്പായിയോ ഉപയോഗിക്കാം. മറ്റൊന്ന് ചന്ദനമുട്ടിയും ചാണയും. ചന്ദനം തൊടുന്നത് ഐശ്വര്യകരമാണെന്ന് എല്ലാവർക്കും അറിയാം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമല്ല, ദിവസവും ചന്ദനം നെറ്റിയിൽ തൊടുന്നത് വളരെ നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളഭമോ ചന്ദനമോ അല്ല, ശരിയായ ചന്ദനത്തടിയിൽ നിന്നും തയച്ച് ഉണ്ടാക്കുന്ന ചന്ദനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനാൽ ചെറുതാണെങ്കിലും ഒരു ചന്ദനമുട്ടിയും അത് തയ്ക്കാൻ ഒരു ചാണയം വീട്ടിൽ കരുതുക. ഇനി വീടിന് പുറത്ത് ആവശ്യമായ ഒന്നാണ് തുളസിത്തറ. ഒരു ഹിന്ദു ഭവനത്തിൽ ഒരു തുളസിത്തറ നിർബന്ധമായും വേണം. തുളസിത്തറയിൽ ഒരിക്കലും വാടാതെ ഒരു തുളസി ഉണ്ടായിരിക്കണം. ഈ തുളസിക്ക് എന്നും രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിച്ചു കൊടുക്കുകയും സന്ധ്യയ്ക്ക് തിരികൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വൃക്ഷങ്ങൾ. വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്കു ഭാഗത്തോ ഒരു ആര്യവേപ്പ്, കൂവളം എന്നിവ ഉണ്ടാകുന്നത് വളരെ ശുഭകരമാണ്. വടക്കു ഭാഗത്ത് മാവ്, കിഴക്കു ഭാഗത്ത് പ്ലാവ്, കിഴക്ക് വടക്ക് മൂലയിൽ കൂവളം എന്നിവയെല്ലാം വീടിന് ഐശ്വര്യമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളെ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി, നമസ്കാരം.